A House for Mr. Biswas, a novel written by V.S. Naipaul. One of the most important works in post-colonial literature. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് ഭാഗങ്ങൾ ഈ നോവലിൻ്റെ അകത്ത് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓതർ. ഈ നോവൽ മോഹൻ ബിസ്വാസ് എന്നൊരാളുടെ കഥയാണ് പറയുന്നത്. He spends his entire life struggling for what? To achieve independence and dignity. ഇൻഡിപെൻഡൻസും ഡിഗ്നിറ്റിയും അച്ചീവ് ചെയ്യാനായിട്ട് he struggles his entire life. ഈ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഐഡിയ ഓഫ് ഐഡന്റിറ്റി, ബിലോങ്ങിങ് ആൻഡ് ഹ്യൂമൻ ഡിസയർ ആണ്. ഫോർ വാട്ട്? ഹ്യൂമൻ ഡിസയർ ഫോർ എ പ്ലേസ് ടു കോൾ വൺ സോൾ. നമ്മൾ പറയാറില്ലേ, ഹോം ഇസ് എ പ്ലേസ് ടു കോൾ വൺ സോൾ. ഇവിടുത്തെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്, ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്. ഇവിടെ ഹൗസ് എന്ന് പറയുന്നത് സിംബോളിക് ആണ്. സിംബോളിക് ഫോർ ദ ഐഡിയ ഓഫ് ഐഡന്റിറ്റി, ബിലോങ്ങിങ് ആൻഡ് ഹ്യൂമൻ ഡിസയർ. അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻസ് വേണം, ഡിഗ്നിറ്റി വേണം, അതിനെല്ലാം സിംബിളൈസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഹൗസ്. ഇന്ത്യൻ ഒറിജിൻസ് ഉള്ള ഒരു ട്രൈനിഡാഡ് ബോൺ റൈറ്റർ ആണ് V.S. നൈപുൾ. ട്രൈനിഡാഡ് ഒരു കരീബിയൻ ഐലൻഡ് ആണ് നിയർ സൗത്ത് അമേരിക്ക. അദ്ദേഹത്തിന്റെ ഒറിജിൻ ഇന്ത്യൻ ആണെങ്കിലും he was born in ട്രിനിഡാഡ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് തീംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഐഡന്റിറ്റി ആൻഡ് കൊളോണിയൽ ഹിസ്റ്ററി. കൊളോണിയൽ ഹിസ്റ്ററി, ഐഡന്റിറ്റി, ഡിസ്പ്ലേസ്മെന്റ് പോലുള്ള തീംസ് ഒക്കെയാണ് ഇദ്ദേഹം ഓഫൺ വർക്ക്സിലൂടെ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസ്. പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസസിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ്, എസ്പെഷ്യലി ദോസ് ഹു ഫീൽ കോട്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അവരുടെ കൾച്ചർ, അവിടെ ഒരു ഫോറിൻ ഇൻഫ്ലുവൻസ് വരികയാണ്, ആൻഡ് ദാറ്റ് കോസസ് എ ക്ലാഷ് ബിറ്റ്വീൻ ടു കൾച്ചേഴ്സ്. സോ പീപ്പിൾ ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റി എക്സ്പീരിയൻസസ് ദ ഫീലിംഗ് ഓഫ് ബീയിങ് കോട്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ്, മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്. അതിനെ, ആ ഒരു സിറ്റുവേഷനെ റിഫ്ലക്ട് ചെയ്യുകയാണ് V.S. നൈപുൾ. ഈ ഒരു നോവലില് നൈപുൾ ഡ്രോസ് ഫ്രം ഹിസ് ഓൺ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ടു പ്രസന്റ് എ ഡീപ്ലി പേഴ്സണൽ യെറ്റ് യൂണിവേഴ്സൽ സ്റ്റോറി. ഒരു വളരെ ഡീപ്ലി പേഴ്സണലും യൂണിവേഴ്സലും ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ലൈഫിൽ നിന്ന് കുറച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഈ നോവലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ടു പ്രസന്റ് എ ഡീപ്ലി പേഴ്സണൽ യെറ്റ് യൂണിവേഴ്സൽ സ്റ്റോറി. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയാണ് ഈ നോവലിലൂടെ മിസ്റ്റർ നൈപുൾ പ്രസന്റ് ചെയ്യുന്നത്. മിസ്റ്റർ ബിസ്വാസ് എന്നൊരാളുണ്ട്, ആൻഡ് ദിസ് നോവൽ ഈസ് അബൌട്ട് ഹിം. ഓണിങ് എ ഹൗസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രോപ്പർട്ടി ബട്ട് ഓൾസോ ഐഡന്റിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഇവിടെ ഹൗസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമായിരിക്കണം എന്നില്ല. ഇറ്റ്സ് എ സിംബോളിസം ഓഫ് ഐഡന്റിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. സോ A House for Mr. Biswas എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് തേടി പോകുന്ന ഒരു മനുഷ്യന്റെ സിറ്റുവേഷൻ ആണ്. അത് ഐഡന്റിറ്റിയും സെൽഫ് റെസ്പെക്റ്റും കിട്ടാനായിട്ട് അദ്ദേഹം ലൈഫിൽ എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്ന് കാണിക്കുകയാണ്. ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹി ഫീൽസ് കൺട്രോൾഡ് ബൈ അതേഴ്സ്, എസ്പെഷ്യലി ദ തുൾസി ഫാമിലി, ആൻഡ് സ്ട്രഗിൾസ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ഇൻഡിപെൻഡൻസ്. ഇദ്ദേഹത്തിന്റെ ലൈഫിലുടനീളം ഹി ഫീൽസ് കൺട്രോൾഡ് ബൈ അതേഴ്സ്. ഇദ്ദേഹത്തിന് ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ഐഡന്റിറ്റി, സെൽഫ് റെസ്പെക്ട് ഒന്നും കിട്ടുന്നില്ല, സെൽഫ് റെസ്പെക്റ്റിന് ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഹി ഈസ് ബീങ് കൺട്രോൾഡ് അറ്റ് ഓൾ ടൈംസ്, എസ്പെഷ്യലി ദ തുൾസി ഫാമിലി കൺട്രോൾസ് ഹിം. അപ്പോൾ അദ്ദേഹം ഹി ഈസ് സ്ട്രഗ്ലിംഗ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് ഇൻഡിപെൻഡൻസ്. ഇവിടെയാണ് എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് എന്നുള്ള ടൈറ്റിലിന്റെ റെലവൻസ് വരുന്നത്. അവിടെ ഇൻഡിപെൻഡൻസിനും ഐഡന്റിറ്റിക്കും സെൽഫ് റെസ്പെക്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടാണ് ഈ ജേർണിയിലൂടെ പോർട്രേ ചെയ്യുന്നത്. ഹൗസ് സിംബോളൈസസ് ഐഡന്റിറ്റി, സെൽഫ് റെസ്പെക്ട്, ഇൻഡിപെൻഡൻസ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജേർണി ഒരു സിംബലാണ് ഓഫ് വാട്ട്? ഓഫ് ദ ഹ്യൂമൻ നീഡ് ഫോർ ഡിഗ്നിറ്റി ആൻഡ് ബിലോങ്ങിങ്. ഡിഗ്നിറ്റി ആൻഡ് ബിലോങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡിനെ സിംബിളൈസ് ചെയ്യുന്ന ജേർണിയാണ് V.S. നൈപുൾ ഈ ഒരു നോവലിലൂടെ പോർട്രേ ചെയ്യുന്നത്. This novel follows the life of Mohan Biswas from his birth to his death. ആദ്യമൊക്കെ
ഹിസ് ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ മിസ്ഫോർച്യൂൺ. ഒരു അൺലക്കി സർക്കംസ്റ്റാൻസസിൽ ജനിച്ച ആളാണ്. ഹിസ് ഫാദർ പാസ്ഡ് അവേ വെൻ ഹി വാസ് യങ്. അപ്പോൾ ഫാദറിന്റെ ഡെത്തോട് കൂടിയിട്ട് ഹിസ് ഫാമിലി സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ പോവർട്ടി. മിസ്ഫോർച്യൂൺ, വളരെയധികം ലൈഫിൽ മിസ്ഫോർച്യൂൺ ഉള്ളൊരു ആളാണ്. ബോൺ അണ്ടർ അൺലക്കി സർക്കംസ്റ്റാൻസസ്. ആസ് ഹി ഗ്രോസ് അപ്പ് ബിസ്വാസ് സ്ട്രഗിൾസ് ടു ഫൈൻഡ് സ്റ്റെബിലിറ്റി. പല ജോബ്സ് നോക്കുന്നുണ്ട്, ബട്ട് ഹി ഫെയിൽസ് ടു എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ്. അങ്ങനെ ഹി മാരീസ് ഇൻ ടു ദ തുളസി ഫാമിലി. തുളസി ഫാമിലി ഒരു വെൽതി ഫാമിലിയാണ്, ബട്ട് ഇറ്റ്സ് ഓൾസോ കൺട്രോളിങ് ഹൗസ് ഹോൾഡ്. അങ്ങനെ അവിടേക്ക് മാരി ചെയ്യുന്ന മിസ്റ്റർ ബിസ്വാസ്, ഹി സ്ട്രഗിൾസ് ടു ഫൈൻഡ് സ്റ്റെബിലിറ്റി. അദ്ദേഹത്തിന് ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ഫ്രീഡം ഇല്ല. ഹി ഈസ് കൺട്രോൾഡ് ബൈ ദ ഫാമിലി. തുളസി ഫാമിലി ഡോമിനേറ്റ്സ് ഹിസ് ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു വെൽതി ഹൗസ് ഹോൾഡിലേക്ക് മാരി ചെയ്ത മിസ്റ്റർ ബിസ്വാസിന് സെക്യൂരിറ്റി ഫീൽ ചെയ്യേണ്ടതിന് പകരം ഹി ലൂസസ് ഹിസ് ഇൻഡിപെൻഡൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ഗെയിനിങ് സെക്യൂരിറ്റി, ഹി ലൂസസ് ഹിസ് ഇൻഡിപെൻഡൻസ് ബിക്കോസ് ഫാമിലി ഡോമിനേറ്റ്സ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നതും ആ ഫാമിലിയാണ്, മേക്കിംഗ് ഹിം ഫീൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് പവർഫുൾ. സ്വന്തം ലൈഫിൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പോലും പവർ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് Mr. Biswas when he is under the control of Tulsi family. Throughout the novel, Biswas repeatedly attempts to build or buy a house, but each attempt fails. നോവലിലുടനീളം ബിസ്വാസ് പലതവണ ശ്രമിക്കുന്നുണ്ട് ടു ബിൽഡ് ഓർ ബൈ എ ഹൗസ്. ഇവിടെ ഹൗസ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, സെൽഫ് റെസ്പെക്ട് പോലുള്ള അദ്ദേഹത്തിന്റെ ഫീലിങ്സ് ആവാം സിംബിളൈസ് ചെയ്യുന്നത്. ബട്ട് ഈച്ച് അറ്റംപ്റ്റ് ഫെയിൽസ് ഈവൻ ദോ ഹി റിപ്പീറ്റഡ്ലി ട്രൈസ് ടു ബിൽഡ് ഓർ ബൈ എ ഹൗസ്. These failures reflect his ongoing struggle for identity and self-respect. ഈ house, either it could be a physical property, a physical house, or it could be a symbolism of identity and self-respect. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഓൺഗോയിങ് സ്ട്രഗിൾ ഫോർ ഐഡന്റിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. കോൺസ്റ്റന്റ് സെറ്റ്ബാക്സ് ഉണ്ടായിട്ടും ഹി കണ്ടിന്യൂസ് ഹിസ് എഫേർട്ട്. അങ്ങനെ towards the end of his life, he manages to acquire a house, though it is imperfect and unfinished. അങ്ങനെ ലൈഫ് മുമ്പോട്ട് പോയി ജീവിതത്തിന്റെ അവസാനമായപ്പോഴാണ് he could manage to acquire a house, whether it is a physical house or what it symbolizes, identity and self-respect. പക്ഷേ it is imperfect and unfinished. ജീവിതത്തിൽ അത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് at the end of his life അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. Even so, this house represents his greatest achievements, as it gives him a sense of ownership, independence and dignity. അങ്ങനെ ജീവിതത്തിന്റെ അവസാന കാലത്താണെങ്കിൽ പോലും he could own that house. So what this represents is the house is his highest achievement as of now. അദ്ദേഹത്തിന്റെ whole ലൈഫിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ് ഓണിങ് ഓഫ് ദിസ് ഹൗസ്, ഈവൻ ദോ ഇറ്റ് ഹാപ്പൻഡ് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഹൗസ് ഓൺ ചെയ്യാൻ പറ്റിയതോടുകൂടിയിട്ട് ഹി ഹാഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്. അദ്ദേഹത്തിന്റെ ആ ഹൗസ്, അദ്ദേഹത്തിന്റെ ലൈഫ്, അദ്ദേഹത്തിന്റെ ഫ്രീഡം, അദ്ദേഹത്തിന്റെ ഡിസിഷൻ, എവറിത്തിങ് ഈസ് ഇൻ അണ്ടർ ഹിസ് ഓൺ കൺട്രോൾ. വേറൊരു ഫാമിലി, വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും അല്ല അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹി കൺട്രോൾസ് എവറിത്തിങ്. അപ്പൊ ആ ഒരു ഹൗസ് അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ് ആണ്, ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എവർ ഇൻ ഹിസ് ലൈഫ്. ഓണർഷിപ്പ്, ഇൻഡിപെൻഡൻസ്, ഡിഗ്നിറ്റി പോലുള്ള സെൻസ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു അച്ചീവ്മെന്റ് കൊടുക്കുന്നത്. ഈ നോവൽ എൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡെത്തിലൂടെയാണ്. ബട്ട് ഹിസ് സ്ട്രഗിൾ ഇസ് പോർട്രേഡ് ആസ് മീനിങ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി സക്സീഡ്സ് ഇൻ അസർട്ടിങ് ഹിസ് ഐഡന്റിറ്റി അഗെയിൻസ്റ്റ് ഓവർവെൽമിങ് വോട്ട്സ്. ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും വേറെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാവ പോലെ ജീവിച്ച ആള്
towards the end of his life, he owned a house. So, അദ്ദേഹം മരിച്ചു പോയെങ്കിലും his struggle is portrayed as meaningful. ആ സ്ട്രഗിൾ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചത് മീനിങ്ഫുൾ ആയി ആസ് ഹി സക്സീഡ്സ് ഇൻ അസേർട്ടിങ് ഹിസ് ഐഡന്റിറ്റി അഗൈൻസ്റ്റ് ഓവർവെൽമിംഗ് ഓഡ്സ്. എന്ത് ഓഡ്സ് വന്നാലും അതിനെ എഗെയിൻസ്റ്റ് നിന്നുകൊണ്ട് ഹി അസേർട്ടഡ് ഹിസ് ഐഡന്റിറ്റി. അതുകൊണ്ട് അദ്ദേഹം സക്സസ്ഫുൾ ആയി. സോ ഹിസ് ലൈഫ് ഇസ് മീനിങ്ഫുൾ. മോഹൻ ബിസ്വാസ് can be seen as a tragic character whose life is shaped by constant struggle and failure. ഒരു ട്രാജിക് ക്യാരക്ടറായിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. A tragic character whose life is shaped by constant struggle and failure. പക്ഷേ ഇദ്ദേഹത്തിന്റെ പെർസിസ്റ്റൻസും ഡിറ്റർമിനേഷനും അദ്ദേഹത്തിന് ഒരു ഡീപ്ലി ഹ്യൂമൻ ആൻഡ് റിലേറ്റബിൾ ഫിഗർ ആക്കി മാറ്റി. One of the central themes of the novel identity ആണ്. As Biswas seeks to define himself in a society that limits his freedom. ഒരു സൊസൈറ്റി, അവനവന്റെ ഫ്രീഡം ലിമിറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ അവനവന്റെ സ്വന്തം ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് മിസ്റ്റർ ബിസ്വാസ്. The theme of independence is also important because he had the desire to own a house, which represents his need for control over his own life. അത് ഹൗസ് മാത്രമല്ല, ഫ്രീഡം, കൺട്രോൾ, ഡിഗ്നിറ്റി, എവറിത്തിങ് അബൌട്ട് ഹിസ് ഓൺ ലൈഫ്. തുളസി ഫാമിലിയുടെ മെൻഷനിങ്ങിലൂടെ ഒപ്രഷനെയാണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ഒപ്രഷൻ ആൻഡ് ഡോമിനൻസ്. അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്തത് തുളസി ഫാമിലി. These themes show how personal struggle and social structures shape a person's life and identity. ഈ തീംസ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്: എങ്ങനെയാണ് പേഴ്സണൽ സ്ട്രഗിൾസും സോഷ്യൽ സ്ട്രക്ചറും ഒരു പേഴ്സന്റെ ലൈഫിനെയും ഐഡന്റിറ്റിയെയും ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. The tone of the novel is serious and reflective. എന്തുകൊണ്ടാണ്? Because Naipul presents the life of Mr. Biswas with depth and realism. Naipul presents the life of Mr. Biswas with depth and realism. ഒരു സെൻസ് ഓഫ് ഇന്നവിറ്റബിൾ ട്രാജഡിയും കൂടെ ഉണ്ട്. ആസ് his struggles seem continuous and unavoidable. ഇദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ്, ലൈഫിലെ സ്ട്രഗിൾസ് സീംസ് കണ്ടിന്യൂസ് ആൻഡ് അൺഅവോയ്ഡബിൾ. അൺഅവോയ്ഡബിളും ആണ്, കണ്ടിന്യൂസും ആണ്. സോ ഒരു സെൻസ് ഓഫ് ഇന്നവിറ്റബിലിറ്റി, ഒരു ഇന്നവിറ്റബിൾ ട്രാജഡിയുടെ സെൻസ് കാണുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് സോ. അറ്റ് ദ സെയിം ടൈം ഈ ടോൺ ഒരു സട്ടിൽ ഹ്യൂമർ ആൻഡ് ഐറണി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സട്ടിൽ ഹ്യൂമർ ആൻഡ് ഐറണിക് ടോൺ കൂടി ഈ നോവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് മേക്സ് എ നറേറ്റീവ് മോർ എൻഗേജിങ് ആൻഡ് ഹ്യൂമൻ. ഈ ഒരു നറേറ്റീവിനെ, ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ് എന്നുള്ള ഒരു നോവലിനെ, അതിൻ്റെ നറേറ്റീവിനെ എൻഗേജിങ് ആൻഡ് ഹ്യൂമൻ ആക്കാനായിട്ടാണ് ഒരു സട്ടിൽ ടിൻറ്റ് ഓഫ് ഹ്യൂമർ ആൻഡ് ഐറണി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ദ നോവൽ പ്രസൻസ് എ പവർഫുൾ എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ ഡിസയർ ഫോർ വാട്ട്? ഫോർ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. എന്താണ് നോവൽ പ്രസന്റ് ചെയ്യുന്നത്? ഒരു പവർഫുൾ എക്സ്പ്ലോറേഷൻ ആണ് ഓഫ് വാട്ട്? ഓഫ് ദ ഹ്യൂമൻ ഡിസയർ ഫോർ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിനും ഡിഗ്നിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ ഡിസയറിന്റെ എക്സ്പ്ലോറേഷൻ ആണ് VS നൈപുൽ ഈ നോവലിലൂടെ വളരെ പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കൺക്ലൂഡിങ്, A House for Mr. Biswas ഒരു ഡീപ്ലി മൂവിങ് സ്റ്റോറി ആണ് ഓഫ് മിസ്റ്റർ ബിസ്വാസ്, ഓഫ് ഹിസ് സ്ട്രഗിൾസ്, ഐഡന്റിറ്റി ആൻഡ് ദ സെർച്ച് ഫോർ എ പ്ലേസ് ടു ബിലോങ്. ഹൗസ് അവിടെ ഫിസിക്കൽ ഹൗസ് ആവാം, ഫിസിക്കൽ പ്രോപ്പർട്ടി ആവാം, ഇല്ലെങ്കിൽ സിംബോളിക് ആവാം. സോ അറ്റ് ദ എൻഡ് ഹി ഗെയിൻസ് ദാറ്റ്. പക്ഷേ he struggled a lot. So അദ്ദേഹത്തിൻ്റെ ഒരു ഡീപ്ലി മൂവിങ് സ്റ്റോറി ഓഫ് struggle, identity and the search for a place to belong. House is one place where you belong to.
സ്വന്തം വീട്ടിലെ അവനവന് ബിലോങ്ങിങ് ഫീൽ ചെയ്യുള്ളൂ. സോ ഇത് സിംബോളിക് ആയാലും അല്ല ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഹൗസ് ആണെങ്കിൽ പോലും he struggled all his life to have a place of his own in the search for a place to belong.